ഹലോ ഗൈഡ്സ്, ഈദ് മുബാറക്ക്. നമ്മുടെ ഈദ് ഡേ ആണിന്ന്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് പാലൊക്കെ കാച്ചുന്നുണ്ട് കേട്ടോ. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇക്കാക്ക് പള്ളിയിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം ഇക്കാക്കനെ പള്ളിയിൽ വിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇക്കാക്ക പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തായിരുന്നേ. കട്ടപ്പനയിൽ ബ്രൈഡൽ കോമ്പറ്റീഷൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് ഷെമിലി ചേച്ചി എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണമാണ് കേട്ടോ ഇത്. ഇത് കുക്കുംബർ ഷീറ്റ് മാസ്ക് ആണ്. ഇത് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആക്കാനായിട്ടും സ്ട്രെസ് റിലീഫ് ആക്കാനായിട്ടും റിഫ്രഷിങ് തരാനായിട്ടും ഹെൽപ്പ് ആക്കും. സ്കിന്ന് ബ്രൈറ്റൻ ആക്കും. ഇതൊരു 50 മിനിറ്റ്സ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കിന്ന് കുറച്ച് ഗ്ലോയും സ്മൂത്തും ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല ചുണ്ടരിയായി കഴിഞ്ഞപ്പോഴത്തേനും ഇക്കാക്ക പള്ളി കഴിഞ്ഞ് വന്നു. നമ്മൾ നാസ്ത കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോവാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ചെരുപ്പായിട്ട് നോക്കിയത്, പക്ഷേ ഇതിന് ഹീൽസ് കുറവായതുകൊണ്ട് ഞാൻ ഈ ചെരുപ്പ് മാറ്റി വേറൊരു ചെരുപ്പ് ഇട്ടിട്ടോ. എന്തായാലും പെരുന്നാളായിട്ട് പുറത്തൊക്കെ പോകുമല്ലേ, അപ്പം നമുക്ക് ലെൻസും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലൂ കളർ ലെൻസാണ് കേട്ടോ എൻ്റെ ഉള്ളത്. ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ്, 140 ഉള്ളൂ. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അങ്ങനെ ലെൻസൊക്കെ വെച്ച് നമ്മുടെ മേക്കപ്പ് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് മെഹന്തി തലേദിവസം നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ മെഹന്തി ഇടാമെന്ന് വിചാരിച്ചു. ബിഗ് ബി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോക്കുമല്ലോ. അങ്ങനെ മെഹന്തിടലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയായിരുന്നു. ബാക്കി കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇപ്പം നമ്മളുള്ളത് കണ്ടെയ്നർ റോട്ടിലാണ്, വെള്ളക്കാന്താരി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നേ. ഇവിടുത്തെ ആംബിയൻസും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ടൈം ഒരു 3 മണിയായിട്ടുണ്ട്. ഈ ടൈമിലും നല്ല തിരക്കുണ്ടായിരുന്നു. വീട്ടിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ മിസ്സായി പോയിട്ടോ. ഇക്കാക്ക വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ബിരിയാണി കഴിച്ചില്ല, കാരണം 2-3 ദിവസമായിട്ട് നമ്മൾ ബിരിയാണി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമല്ല, നമ്മുടെ റമദാൻ തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാകുമല്ലോ. എനിക്ക് ബിരിയാണിനേക്കാളും കുറച്ചും കൂടെ അല്ല, കുറച്ച് അധികം ഇഷ്ടം ഊണാണ്. ഇവിടെ നല്ല അടിപൊളി കറികൾ ചേച്ചിമാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കക്ക ഫ്രൈയും കൊഞ്ച് ഫ്രൈയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാവരും പ്ലേറ്റ് വർക്കിനൊക്കെ പോകുമ്പോൾ അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് ക്യൂൻസ്വില്ലേക്കാണ്. കുറച്ച് ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. എൻ്റെ ഈ ഔട്ട്ഫിറ്റ് വന്നിട്ട് എനിക്ക് ഉമ്മിച്ചെടുത്ത് തന്നാണ് കേട്ടോ. ഷാബിമോളുടെ എൻഗേജ്മെൻറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇക്കാക്ക അവിടെ മീനെ പിടിക്കണം നോക്കിക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഷേക്ക് കുടിക്കാനാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ക്ഷീണിച്ചായിരുന്നു. ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ലുലു മാളിലേക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സാണ്. അപ്പം നമ്മൾ വോയിസ് കട്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ എംപുരാൻ്റെ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. 10:30ക്കാണ് ഷോ വരുന്നത്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ. ബാക്കി ടൈം നമ്മൾ ഇവിടെ സ്പെൻഡ് ആക്കണം.
അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ഇക്കാക്ക് നിശ്ചയത്തിന് വാച്ച് എടുത്തത് നമ്മൾ ലുലു മാളിൽ നിന്നാണ്. ഇക്കാക്ക് ഇഷ്ടപ്പെട്ടത് ജി ഷോക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ഷാബി മോളുടെ നിശ്ചയമൊക്കെ ഇൻഷാ അല്ലാഹ് വരുമല്ലേ, അപ്പോൾ അതിന് നമുക്ക് വാച്ച് എടുക്കാനുണ്ട്. അപ്പോൾ അതിപ്പോൾ നോക്കുമല്ല, ജസ്റ്റ് നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ആക്കാൻ നേരത്ത് ഒന്ന് നോക്കിയതാണ് വാച്ച് മോഡലൊക്കെ. ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് മോഡൽസൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമുക്ക് ഉമ്മീനെയും വാപ്പീനെയും ഷാബി മോളെ എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ സ്വാലിക്കാക്ക് വേണ്ടി വാച്ച് എടുക്കാൻ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് വന്നം. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് മോഡൽസൊക്കെ നോക്കി വെക്കുന്നുണ്ട്. പർപ്പിൾ കളർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, കിട്ടില്ല വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതാണ് എൻ്റെ ഇക്കാക്കാക്ക് വേണ്ടിയിട്ട് നിശ്ചയത്തിന് കിട്ടിയ വാച്ച്. ഇതിപ്പോൾ എൻ്റെ ഇക്കാക്ക ഷാബിയുടെ ഇക്കാക്ക എന്ന് പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സ്വാലിഹ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാലിഹ് 1 സ്വാലിഹ് 2 ആണ്. അപ്പോൾ നമുക്ക് മാറിപ്പോകുന്നതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടി ഒരു പേര് കണ്ടുപിടിച്ചിടണം. സ്പെഷ്യൽ ഓഫറായിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഷർട്ടുകളും ജീൻസുകളും പാൻറ്റുകളും എല്ലാം ഓഫേഴ്സിന് ഇവിടെ കിടപ്പുണ്ട്. 50% ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾ വന്നിട്ട് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ക്ലോത്ത് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. 1900 ആണ് ഇതിൻ്റെ റേറ്റെങ്കിലും ഇതിൻ്റെ 50% ഓഫേഴ്സിൽ കിട്ടും കേട്ടോ. ഷർട്ട് വാങ്ങിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ലുലുവിലോട്ട് പോകുന്നോ, അടിപൊളി ക്ലോത്താണ്, ഒരു രക്ഷയില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നതും. ജീൻസ് വാങ്ങിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വന്ന് വാങ്ങിച്ചോളൂ. 700 ഉള്ളൂ. അടിപൊളി ക്ലോത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ എപ്പോൾ വന്നാലും കയറുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങ, ലോബിക്ക, പൈനാപ്പിൾ ഐറ്റംസിലേക്കാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ഇടയിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെയോ പോയി. രണ്ടുപേരും കാണുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫോൺ ഇക്കാക്കാൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കാണാണ്ട് പോകാൻ കാരണം. പിന്നെ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാനും കുറച്ച് ടാസ്ക് അല്ലേ. പിന്നെ തൻ്റെ ഫോണൊക്കെ വാങ്ങിച്ച് ഇക്കാക്കാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് പിന്നെ വരുത്തി.
പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇക്കങ്ങനെ നിന്ന നിൽപ്പിൽ കാണാണ്ടാവും. ഇപ്പം ഈ മീനും നോക്കി എൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് വെച്ച ആളാണ് ദോ അവിടെ പോയി നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ തപ്പി കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ഇങ്ങനെ പോയി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും കേട്ടോ. അതാണ് പതിവ്. ഞാൻ ഇക്കാക്കാനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇന്ന് പെരുന്നാളാണ് ഇക്കാക്ക, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കണ്ട കേട്ടോ വീട്ടിലത്തേക്ക് എന്ന്. ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി എൻ്റെ ഫേസ് കാണുന്നത് അറിയാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ആ ബാക്കിൽ വരുന്ന കുട്ടികളില്ലേ, അതെൻ്റെ ഉടുപ്പ് കുറേ നേരമായി ചവിട്ടി കൂട്ടുന്നത്. ഇപ്പോൾ ടൈം 9:50 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം മൂവിക്ക് കയറാൻ. നമുക്ക് 10:30ക്കാണ് മൂവി തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഹൈപ്പറിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മധുഹൂതും മലായി ചിക്കനുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോൺ എടുത്ത് വെക്ക്, വേഗം തന്നെ കഴിച്ചിട്ട് മൂവിക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കാണ്ട് പിന്നെയും വീഡിയോ എടുത്ത് എന്നെയൊക്കെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇക്കാക്ക എന്നോട് പറഞ്ഞത്, കുറച്ച് ടൈമും കൂടെ അവിടെ ഇരുന്ന് സാവധാനം കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. കാരണം ഞങ്ങൾക്ക് കുറച്ച് ടൈം പോസ്റ്റ് കിട്ടിയായിരുന്നു. ഞങ്ങൾ ധൃതി പിടിച്ച് വന്നിട്ടും നമുക്കവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ മൂവി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് ഓപ്പൺ ആക്കി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയത്. അവിടുത്തെ നോയ്സ് കൊണ്ട് പറയുന്നതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാനായി 1% ഉള്ളൂ. ഇപ്പം തന്നെ ഡെഡ് ആകും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫോൺ ഡെഡായി ഗൈസ്. അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. ഇക്കാക്കാൻ്റെ എന്തൊക്കെയോ കോമഡി ആയിട്ടുള്ള ചിരിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.